ഹായ്, എല്ലാവർക്കും PSC ടോക്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളെപ്പോഴും PSC എക്സാം എഴുതുമ്പോൾ എപ്പോഴും വരുന്നൊരു ചോദ്യമാണ് അല്ലേ, സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വരാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ള സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടാറുണ്ട് അല്ലേ. പണ്ടൊക്കെ നമ്മളിതിനെ ചെറുതാക്കി കൊണ്ടുവന്ന് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ സ്ക്വയർ റൂട്ട് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ, റെഡി അല്ലേ? അപ്പോൾ ആ ചോദ്യം നോക്കൂ, സ്ക്വയർ റൂട്ട് ഓഫ് 7056 കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം അറിയേണ്ട കേസ് നമുക്ക് 1 മുതൽ 9 വരെയുള്ള സ്ക്വയർ നമുക്ക് കാണാതെ അറിയണം. 1 മുതൽ 9 വരെ അറിഞ്ഞാൽ പോരാ. ശരിക്കും പറഞ്ഞാൽ PSC എക്സാമിനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്ന ഒരാളാണെങ്കിൽ 1 മുതൽ 30 വരെയുള്ള സ്ക്വയർ എങ്കിലും നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ 1 മുതൽ 9 വരെയുള്ള സ്ക്വയർ ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പം ഇനി എങ്ങനെയാണ് ചോദ്യം ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്കറിയാം സ്ക്വയർ റൂട്ട് ഓഫ് 7056 കാണേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ 7056 നമ്മൾ തൽക്കാലം ഒന്ന് എടുത്ത് എഴുതാം. ഓക്കെ, ദെൻ ഇവിടുത്തെ ലാസ്റ്റത്തെ ഡിജിറ്റ് ഇങ്ങോട്ട് ഒരു 2 സ്ഥാനം മാറ്റി കോമ ഇടാം. ഓക്കെ, ഇവിടെ 6 ആണ്, 6 ഇങ്ങോട്ട് 2 സ്ഥാനം മാറ്റി നമ്മൾ കോമ ഇട്ടു. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഇവിടുത്തെ ലാസ്റ്റത്തെ ഡിജിറ്റ് ഏതാണെന്ന് നോക്കാം. ഇവിടുത്തെ ലാസ്റ്റത്തെ ഡിജിറ്റ് ഏതാണ്? 6 ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ 1 മുതൽ 9 വരെയുള്ള സ്ക്വയറുകളിൽ ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് 6 വരുന്ന ഏതിൻ്റെയൊക്കെയാണ് നോക്കിക്കേ. ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് 6 വരുന്ന ഏതിൻ്റെയൊക്കെയാ? ഇവിടെ ഒരു 6 വന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇവിടെയും ഒരു 6 വന്നിട്ടുണ്ട് അല്ലേ. അവസാനത്തെ ഡിജിറ്റ് 6 വരുന്ന 1 മുതൽ 9 വരെയുള്ള സ്ക്വയറുകളിൽ ഏതിൻ്റെയൊക്കെയാണ്? 4ൻ്റെയും 6ൻ്റെയും ആണ് അല്ലേ. അപ്പൊ നമ്മളിവിടെ 4ഉം 6ഉം ഇങ്ങനെ കോമയിട്ടൊന്ന് എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത് ഇത്രയേ ഉള്ളൂ. ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് നോക്കി, ദെൻ ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് ഇവിടെ 6 ആണ്. 1 മുതൽ 9 വരെയുള്ള സ്ക്വയറുകളിൽ ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് 6 വരുന്നത് ഏതിൻ്റെയൊക്കെയാണ് നോക്കിയപ്പോൾ നമുക്കറിയാം 4ൻ്റെയും 6ൻ്റെയും ആണ്. 4, 6 എന്നുള്ളത് നമ്മളിവിടെ എഴുതി വെച്ചു. ഓക്കെ, ഇനി ചെയ്യേണ്ട പരിപാടി ഈ കോമയ്ക്ക് ഇപ്പുറത്തുള്ള സംഖ്യയെ നിങ്ങൾ ഒന്നിച്ച് വായിക്കാം. 2 സ്ഥാനം മാറ്റി കോമ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ, അതിന് ഇപ്പുറത്തേക്കുള്ള സംഖ്യ ഒന്നിച്ച് വായിക്കാം. അപ്പൊ നമുക്ക് കിട്ടും 70 ആണെന്ന് കിട്ടും അല്ലെ. ഇനി നിങ്ങൾ നോക്കേണ്ടത് 1 മുതൽ 9 വരെയുള്ള സ്ക്വയറുകളിൽ 70ന് താഴെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ് നോക്കണം. 1 മുതൽ 9 വരെയുള്ള സ്ക്വയറുകളിൽ 70ന് താഴെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ. അപ്പൊ നമ്മളിങ്ങനെ നോക്കി വന്നപ്പോൾ നമുക്കറിയാം 70ന് താഴെ എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത്? 64 ആണ് വരുന്നത് അല്ലെ. 70ന് തൊട്ട് താഴെ വരുന്ന 64 അല്ലേ. ഇതൊക്കെ 70ന് താഴെയാണ്, പക്ഷെ തൊട്ട് താഴെ വരുന്നത് ഏതാണ്? 64 ആണ്. 64 ഏതിന്റെ സ്ക്വയർ ആണ്? 8ന്റെ സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ 8 എന്ന് നമ്മളിവിടെ എഴുതി വെച്ചു. ഓക്കെ, അപ്പൊ ചെയ്ത് ഇത്രേ ഉള്ളൂ. 70ന് താഴെ ഈ കോമയ്ക്ക് ഇപ്പുറത്തുള്ള സംഖ്യ നമ്മൾ ഒന്നിച്ച് വായിച്ചു, 70 എന്ന് വായിച്ചു. ആ 70ന് താഴെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ, തൊട്ട് താഴെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് നോക്കി, അത് ഏതിനെയാണ് നോക്കിയിട്ട് ഇവിടെ എഴുതി വെച്ചു. അപ്പൊ ഈ 7056 എന്ന് പറയുന്നത് ഒന്നുകിൽ 84ന്റെ സ്ക്വയർ ആയിരിക്കാം, അല്ലെങ്കിൽ 86ന്റെ സ്ക്വയർ ആയിരിക്കാം. അപ്പൊ ഇത് 84ന്റെയോ 86ന്റെയോ സ്ക്വയർ ആണ് ഏതെന്ന് പറയുന്ന സാധനം? 7056 എന്ന് പറയുന്ന സാധനം 84ന്റെയോ 86ന്റെയോ സ്ക്വയർ ആണ്. അപ്പൊ നമ്മൾ 84ന്റെ ആണോ 86ന്റെ ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? അത് കണ്ടുപിടിക്കാൻ ഈ 84നും 86നും ഇടയ്ക്ക് വരുന്ന 85ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ കുറച്ചും കൂടെ എളുപ്പമുണ്ട്. എന്ന് വെച്ചാൽ ഒറ്റയുടെ സ്ഥാനത്ത് 5 വരുന്ന സംഖ്യയുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഒറ്റയുടെ സ്ഥാനത്ത് 5 ആണെങ്കിൽ ആ സംഖ്യയുടെ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ 2 ഡിജിറ്റ് 25 ആയിരിക്കും എപ്പോഴും. ഒറ്റയുടെ സ്ഥാനത്ത് 5ന്റെ കേസിൽ മാത്രമേ ഇത് ബാധകമുള്ളൂ കേട്ടോ. ഒറ്റയുടെ സ്ഥാനത്ത് 5 ആണെങ്കിൽ അതിന്റെ ഏറ്റവും അവസാനത്തെ 2 ഡിജിറ്റ്, അതിന്റെ സ്ക്വയറിന്റെ ഏറ്റവും അവസാനത്തെ 2 ഡിജിറ്റ് എത്രയായിരിക്കും? 25 ആയിരിക്കും. കാരണം 5ന്റെ സ്ക്വയർ 25 എന്നുള്ള ലെവൽ ആലോചിച്ച് വെച്ചാൽ മതി. പക്ഷേ 86ന്റെ സ്ക്വയറിൽ ഏറ്റവും അവസാനത്തെ 2 ഡിജിറ്റ് 36 ആയിരിക്കില്ല കേട്ടോ, അത് വേറെ ആയിരിക്കും. ഒറ്റയുടെ സ്ഥാനത്ത് 5 വരുന്ന സംഖ്യയിൽ മാത്രമേ ഈ പ്രത്യേകതയുള്ളൂ. അപ്പൊ 85ന്റെ സ്ക്വയറിൽ ഏറ്റവും അവസാനത്തെ 2 ഡിജിറ്റ് ഏതായിരിക്കും? 25 ആയിരിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ 8ന്റെ തൊട്ടടുത്ത സംഖ്യ ആയിട്ടുള്ള 9 കൊണ്ട് ഗുണിക്കുക. 8ന്റെ തൊട്ടടുത്ത സംഖ്യ ആയിട്ടുള്ള 9 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 8 × 9 എത്രയാണ്? 72 ആണ് അല്ലെ. അപ്പൊ 72 25 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 7225 ആണ് ഏതിന്റെ സ്ക്വയർ? 85ന്റെ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ 7056 ഏതിന്റെ സ്ക്വയർ ആയിരിക്കും? ഇതിന്റെ ആയിരിക്കും 7225 85ന്റെ സ്ക്വയർ ആണെങ്കിൽ അല്ലെ 84ന്റെ സ്ക്വയർ ആയിരിക്കില്ല 7056. കാരണം 7225നേക്കാൾ ചെറുതാണ് 7056 അല്ലെ. 7225നേക്കാൾ ചെറുതാണ് 7056. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ 84 ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയായിരിക്കും? 84 ആയിരിക്കും. ഓക്കെ, കിട്ടിയോ?
അപ്പൊ ഇത്രേ ഉള്ളൂ പരിപാടി. നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം ചെയ്തത് 2 സ്ഥാനം മാറ്റി കോമ ഇട്ടു. ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് നോക്കി. ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് നോക്കിയപ്പോൾ ഇവിടെ 6 ആണ്. 1 മുതൽ 9 വരെയുള്ള സ്ക്വയറുകളിൽ ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് 6 വരുന്നത് ഏതിന്റെയൊക്കെയാണ് നോക്കിയപ്പോൾ നമുക്ക് കിട്ടി? 4ന്റെയും 6ന്റെയും ആണ്. അല്ല, അത് അവിടെ എഴുതി വെച്ചു. ദെൻ കോമയ്ക്ക് ഇപ്പുറത്തുള്ള സംഖ്യ നമ്മൾ ഒന്നിച്ച് വായിച്ചു. 70. 70ന് താഴെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് നോക്കിയപ്പോൾ നമുക്ക് കിട്ടി 64. അത് ഏതിന്റെയാണ്? 8ന്റെയാണ്. അപ്പൊ 8 നമ്മൾ അവിടെ എഴുതി വെച്ചു അല്ലെ. അപ്പൊ 84ന്റെയോ 86ന്റെയോ സ്ക്വയർ ആയിരിക്കാം 7056. അല്ലെങ്കിൽ തിരിച്ചു പറയുകയാണെങ്കിൽ √7056 എന്ന് പറയുന്നത് 84 86 ആയിരിക്കാം. 84 ആണോ 86 ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒറ്റയുടെ സ്ഥാനത്ത് 5 വരുന്ന ഒരു സംഖ്യ അതിനിടയ്ക്ക് വരും എങ്ങനെയായാലും. അപ്പൊ ഇവിടെ 84 86 ഇടയ്ക്ക് വരുന്ന 85ന്റെയാണ് അല്ലെ. അപ്പൊ 85ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചു. 85ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. എന്താ ചെയ്യേണ്ടത്? ഒറ്റയുടെ സ്ഥാനത്ത് 5 ആണ് വരുന്നെങ്കിൽ ആ സംഖ്യയുടെ സ്ക്വയറിന്റെ ഏറ്റവും അവസാനത്തെ 2 ഡിജിറ്റ് 25 ആയിരിക്കും. 25 നമ്മൾ അവിടെ എഴുതി. 8നെ 8ന്റെ തൊട്ടടുത്ത സംഖ്യ ആയിട്ടുള്ള 9 കൊണ്ട് ഗുണിച്ചപ്പോൾ 72 കിട്ടി. 7225. ഒറ്റയുടെ സ്ഥാനത്ത് 5 വരുന്ന ഏത് സംഖ്യയുടെയും സ്ക്വയർ നിങ്ങൾക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം ഉണ്ടോ. അപ്പൊ 7225 ആണെന്ന് കിട്ടി. 7225നേക്കാൾ വലുതാണോ ചെറുതാണോ 7056 നോക്കിയപ്പോ ചെറുതാണ്. ചെറുതാണെങ്കിൽ 84ഉം വലുതാണെങ്കിൽ 86ഉം ആയിരിക്കും ആൻസർ. അപ്പൊ ഇവിടെ ചെറുതായതുകൊണ്ട് ഏതാ വന്ന് 84 ആണ് കിട്ടി. സിമ്പിൾ അല്ലേ? എളുപ്പല്ലേ? യെസ്. അപ്പൊ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് പെട്ടെന്ന് കിട്ടുമല്ലോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. √3481 അല്ലെ. ഇപ്പൊ നമ്മള് സ്ക്വയർ റൂട്ട് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ മനസ്സിലായവരെല്ലാവരും എന്ത് ചെയ്യണം? കുറച്ച് നേരം ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ട് ശരിയാണോ എന്ന് മാത്രം നോക്കാൻ വേണ്ടിയിട്ട് ബാക്കി ഭാഗം കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ √3481 കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്ത പരിപാടി എന്താ? 3481 എന്ന് എഴുതിയിട്ട് 2 സ്ഥാനം മാറ്റി കോമ ഇട്ടു. ഇവിടെ ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് 1 ആണ്. 1 മുതൽ 9 വരെയുള്ള സ്ക്വയറുകളിൽ ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് 1 വരുന്നത് 1ന്റെയും അതുപോലെ 9ന്റെയും അല്ലേ. അപ്പൊ നമ്മളിവിടെ എന്ത് എഴുതി വെച്ചു? 1 9 എന്ന് എഴുതി വെച്ചു. ദെൻ ഇപ്പുറത്തുള്ള കോമയ്ക്ക് ഇപ്പുറത്തുള്ള സംഖ്യ നമ്മൾ ഒന്നിച്ച് വായിച്ചു. 34 എന്ന് കിട്ടി. 34 താഴെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ നോക്കിയപ്പോൾ യെസ് 25. 25 ഏതിന്റെയാണ്? 5ന്റെയാണ് അല്ലെ. 5 എന്ന് ഇവിടെ എഴുതി. ദെൻ ഇത് ഒന്നുകിൽ ആൻസർ 51 ആയിരിക്കാം അല്ലെങ്കിൽ 59 ആയിരിക്കാം അല്ലെ. ഓക്കെ, 51 ആണോ 59 ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? 51 ആണോ 59 ആണോ നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നമ്മളിവിടെ 55ന്റെ സ്ക്വയർ ഒന്ന് കണ്ടുപിടിക്കുകയാണ് അല്ലെ. 55ന്റെ സ്ക്വയർ എത്രയായിരിക്കും? ഒറ്റയുടെ സ്ഥാനത്ത് 5 വരികയാണെങ്കിൽ ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് 25 ആയിരിക്കും. ദെൻ 5ന്റെ എന്ത് ചെയ്യണം? 5ന്റെ തൊട്ടടുത്ത സംഖ്യ ആയിട്ടുള്ള 6 കൊണ്ട് ഗുണിക്കണം അല്ലെ. 5 × 6 എത്രയാണ്? 30 ആണ്. സോ ഇവിടുത്തെ ആൻസർ എത്രയായിരിക്കും? 3025 ആയിരിക്കും അല്ലെ. എന്തിന്റെ? 55ന്റെ സ്ക്വയർ. 55ന്റെ സ്ക്വയർ 3025 ആണെങ്കിൽ അതിനേക്കാൾ വലുതാണോ ചെറുതാണോ 3481? വലുതാണ് അല്ലെ. അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയായിരിക്കും? 59 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ എലിമിനേഷൻ ചെയ്യാം കേട്ടോ. ഇവിടെ ഓപ്ഷൻ എലിമിനേഷൻ എങ്ങനെ ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ മെത്തേഡ് ഇതേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓപ്ഷൻ എലിമിനേഷൻ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. നിങ്ങൾ ഇതിൽ കുറച്ച് കാര്യം മാത്രം നോക്കിയാൽ മതി. അതായത് ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഇത്രേ ഉള്ളൂ. എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഓപ്ഷൻ എലിമിനേഷൻ നോക്കുമ്പോൾ നിങ്ങൾ ഇവിടെ നോക്കേണ്ടത് ഇവിടുത്തെ ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് ഏതാണ് നോക്കാം. 1 ആണ് അല്ലെ. 1 മുതൽ 9 വരെയുള്ള സ്ക്വയറുകൾ ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് വരുന്നത് 1ന്റെയും 9ന്റെയും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ അവസാനത്തെ ഡിജിറ്റ് ആൻസറിലെ അവസാനത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ 1 ആയിരിക്കാം അല്ലെങ്കിൽ 9 ആയിരിക്കാം. അപ്പൊ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇവിടുന്ന്? യെസ്, 53 കട്ട് ചെയ്യാം, 43 കട്ട് ചെയ്യാം. കാരണം അതിന്റെയൊക്കെ അവസാനത്തെ ഡിജിറ്റ് 3 ആണ് അല്ലെ. അപ്പൊ ഒന്നുകിൽ 59 അല്ലെങ്കിൽ 49 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. ഇനി 59 ആണോ 49 ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇങ്ങനെ ചെയ്യണമെന്നില്ലാന്ന്. ഓക്കെ, ഇതിപ്പോ ഈ ഒരു രീതിയിൽ ചെയ്യണമെന്നില്ല. കാരണം ഇവിടുത്തെ അവസാനത്തെ ഡിജിറ്റ് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 1 മുതൽ 9 വരെയുള്ള സ്ക്വയറുകളിൽ ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് 1 വരുന്ന ഇതിന്റെയൊക്കെ നോക്കിയപ്പോൾ നമുക്ക് ഏതൊക്കെ കിട്ടി? ഈ പറഞ്ഞ പോലെ 1 9 ആണ് കിട്ടുക. അപ്പൊ ഇവിടുത്തെ അവസാനത്തെ ഡിജിറ്റ് 1 9 ആയിരിക്കണം. അപ്പൊ എന്തായാലും 53 അല്ല 43 അല്ല എന്നുള്ളത് നമുക്ക് ക്ലിയർ ആണ് അല്ലെ. ഇനി 59 ആണോ 49 ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. എത്രയായിരിക്കും 50ന്റെ സ്ക്വയർ? എത്രയായിരിക്കും 50ന്റെ സ്ക്വയർ? ഓക്കെ, 50ന്റെ സ്ക്വയർ എത്രയായിരിക്കും? 5ന്റെ സ്ക്വയർ എത്രയാ? 25. 50ന്റെ സ്ക്വയർ 2500 ആയിരിക്കും. അതായത് ലാസ്റ്റ് പൂജ്യങ്ങൾ വരുന്ന സംഖ്യയുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ 0 ഒഴിവാക്കിയിട്ടുള്ള സ്ക്വയർ കാണാം. അപ്പൊ ഇവിടെ 50ല് 0 ഒഴിവാക്കി നമുക്ക് എത്ര കിട്ടാം? 5 ആയിരിക്കും കിട്ടുക അല്ലെ. 5ന്റെ സ്ക്വയർ നമുക്ക് 25 എന്ന് കിട്ടി. ദെൻ
എത്ര പൂജ്യങ്ങളാണ് നമ്മൾ ഒഴിവാക്കി നോക്കുക. നമ്മൾ ഒരു പൂജ്യമാണ് ഒഴിവാക്കി, എത്ര പൂജ്യം ഇട്ട് കൊടുക്കണം? സ്ക്വയർ ആകുമ്പോൾ 2 പൂജ്യം തിരിച്ചിട്ട് കൊടുക്കണം. ഓക്കെ, ഒന്നിന് പകരം 2. അപ്പോൾ 2 ആണെങ്കിലോ, 2 പൂജ്യമാണ് നമ്മൾ നേരത്തെ ഒഴിവാക്കിയെങ്കിലോ, 500ന്റെ സ്ക്വയർ ആണ് കാണേണ്ടതെങ്കിലോ, 500ന്റെ സ്ക്വയർ ആണെങ്കിൽ 25 എഴുതിയിട്ട് അവിടെ 2 പൂജ്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയായിരുന്നു. ആ 2 പൂജ്യങ്ങൾക്ക് പകരം 4 പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്ര പൂജ്യം ഒഴിവാക്കിയോ അതിന്റെ ഇരട്ടി പൂജ്യങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സംഖ്യയുടെ സ്ക്വയർ കിട്ടും. അപ്പോൾ നമുക്കിവിടെ 50ന്റെ സ്ക്വയർ 2500 കിട്ടി അല്ലേ? അപ്പൊ 2500-നേക്കാൾ വലുതല്ലേ 3481 എന്ന് പറയുന്ന സാധനം അല്ലെ? അങ്ങനെയാണെങ്കിൽ 49ന്റെ സ്ക്വയർ ആയിരിക്കുമോ? അല്ല അല്ലെ? അപ്പൊ നമുക്ക് അങ്ങനെ വേണമെങ്കിലും 59 എന്ന് കിട്ടും. ഇനി ഇവിടെയും 1 ഇവിടെയും 1 ആണെങ്കിൽ ഇവിടെ 51 ഉണ്ടായിരുന്നു ഓപ്ഷൻ എങ്കിൽ നമ്മൾ പിന്നെ ഈ മെത്തേഡിലേക്ക് ചെയ്തു വരേണ്ടി വരും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാം? സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സ്ക്വയർ റൂട്ട് ഓഫ് 0.25 അല്ലെ? അപ്പൊ സ്ക്വയർ റൂട്ടിനുള്ളിൽ പോയിന്റ് സംഖ്യ വന്നാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ചെയ്യേണ്ട പരിപാടി എത്രയേ ഉള്ളൂ, നിങ്ങൾ ആ പോയിന്റിനെ ആദ്യം തന്നെ ഒഴിവാക്കിയേക്കും. അപ്പൊ ഇവിടെ എത്ര കിട്ടും? റൂട്ട് ഓഫ് 0.25 എന്ന് പറയുമ്പോൾ പോയിന്റ് ഒഴിവാക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടാം? റൂട്ട് 25 എന്ന് കിട്ടും. റൂട്ട് 25ന്റെ ആൻസർ നിങ്ങൾക്ക് അറിയില്ലേ? എത്രയാണ് റൂട്ട് 25ന്റെ ആൻസർ? യെസ്, 5 ആണ് അല്ലെ? റൂട്ട് 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് നമുക്കറിയാം? 5 ആണെന്ന് നമുക്കറിയാം. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ നമ്മൾ 25 എന്ന് വായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര പോയിന്റ് ഒഴിവാക്കിയായിരുന്നു? 2 പോയിന്റ് ഒഴിവാക്കിയായിരുന്നു അല്ലെ? പോയിന്റിന് ശേഷമുള്ള 2 സ്ഥാനങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ടാണ്. പോയിന്റിന് ശേഷമുള്ള 2 സ്ഥാനങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ടാണ് ഇത് നമ്മൾ എത്രയെന്ന് വായിച്ചത്? 25 എന്ന് വായിച്ചത് അല്ലെ? അപ്പൊ ഇനി നോക്കേണ്ടത് ആ 2 സ്ഥാനങ്ങൾക്ക് പകരം ആൻസറിൽ ഞാൻ എത്ര പോയിന്റ് ശേഷം എത്ര സ്ഥാനം ഇട്ട് കൊടുക്കണം? 1 സ്ഥാനം ഇട്ട് കൊടുക്കണം. അപ്പൊ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ സ്ക്വയർ റൂട്ടിനുള്ളിൽ നമ്മൾ പോയിന്റ് ഒഴിവാക്കുന്ന എത്ര എണ്ണാണോ അത്രയും പോയിന്റ് തിരിച്ചിട്ട് കൊടുക്കേണ്ട, അതിന്റെ പകുതി പോയിന്റ്സ് തിരിച്ചിട്ട് കൊടുക്കണം. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പോയിന്റ് ശേഷം എത്ര സ്ഥാനം ഒഴിവാക്കിയായിരുന്നു? 2 സ്ഥാനം ഒഴിവാക്കിയായിരുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ആൻസറിൽ പോയിന്റിന് ശേഷം എത്ര സ്ഥാനം ഉണ്ടായിരിക്കുള്ളൂ? 1 സ്ഥാനേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സ്ക്വയർ റൂട്ടിന്റെ കേസിൽ നേരെ പകുതിയുടെ കേസാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇവിടെ എത്രയായിരിക്കും ആൻസർ? റൂട്ട് ഓഫ് 0.25 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും ആൻസർ? റൂട്ട് ഓഫ് 0.25 എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ 2 സ്ഥാനമാണ് ഒഴിവാക്കിയേക്കണേ അല്ലെ? അപ്പൊ ആൻസറിൽ എത്ര സ്ഥാനം മതി? 1 പോയിന്റ് ശേഷം 1 സ്ഥാനമുള്ള ലെവലിൽ എഴുതണം. അപ്പൊ എത്ര വായിക്കാം? 0.5 എന്ന് വായിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ എത്രയായിരിക്കും? 0.5 ആയിരിക്കും റൂട്ട് ഓഫ് 0.25 എന്ന് പറഞ്ഞാൽ. സ്ക്വയർ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇരട്ടി നമ്മൾ പോയിന്റ് ഒഴിവാക്കിയിട്ട് ഇരട്ടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ നേരെ തിരിച്ചാണെങ്കിൽ 0.5ന്റെ സ്ക്വയർ ആണ് നിങ്ങൾക്ക് കാണേണ്ടതെന്ന് വിചാരിക്കാം. 0.5ന്റെ സ്ക്വയർ നിങ്ങൾക്ക് കണ്ടു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? പോയിന്റ് ഒഴിവാക്കിയ സ്ക്വയർ കാണാം. എത്ര ഇട്ട് കൊടുക്കുക? 5ന്റെ സ്ക്വയർ എത്രയാ? 25 എന്ന് ഇട്ട് കൊടുക്കുക. ദെൻ ഇവിടെ പോയിന്റ് ശേഷം 1 സ്ഥാനമായിരുന്നു നമ്മൾ ഒഴിവാക്കിയത്. അപ്പോൾ സ്ക്വയർ ആണ് കാണുന്നതെങ്കിൽ ആൻസറിൽ പോയിന്റ് ശേഷം എത്ര സ്ഥാനം വേണം? 1ന് പകരം ഇരട്ടി 2 സ്ഥാനം വേണം. അപ്പോൾ ഇവിടെ എത്ര എന്നിട്ട് കൊടുക്കണം? 0.25 എന്ന് വായിക്കണം. തിരിച്ചാണെങ്കിൽ സ്ക്വയർ റൂട്ട് ആകുമ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണല്ലോ സ്ക്വയർ റൂട്ട്. അപ്പൊ നേരെ തിരിച്ച് എന്ന് വെച്ചാൽ സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര പോയിന്റ് ഒഴിവാക്കിയോ അതിന്റെ പകുതി പോയിന്റ്സ് ആയിരിക്കും ആൻസറിൽ വരിക. അപ്പൊ ഇവിടെ സ്ക്വയർ റൂട്ടിനുള്ളിൽ 2 സ്ഥാനമുള്ള, അപ്പൊ ആൻസറിൽ എത്ര സ്ഥാനം ഉണ്ടാവുള്ളൂ? 1 സ്ഥാനേ ഉണ്ടാവുള്ളൂ പോയിന്റ് ശേഷം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? റൂട്ട് ഓഫ് 0.16 എത്രയായിരിക്കും എന്ന് കമന്റ് ചെയ്യാവോ? യെസ്, എത്രയായിരിക്കും? 0.4 ആയിരിക്കും അല്ലേ? കാരണം റൂട്ട് 16 എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇവിടെ പോയിന്റ് ശേഷം 2 സ്ഥാനമുള്ള, അപ്പൊ ആൻസറിൽ എത്ര സ്ഥാനം മതി? 1 സ്ഥാനം മതി. ഓക്കെ, യെസ്. അപ്പോൾ പോയിന്റ് വന്നാൽ ചെയ്യാൻ അറിയാലോ. അപ്പോൾ ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം സ്ക്വയർ റൂട്ടിന്റെ കേട്ടോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. റൂട്ട് ഓഫ് 60.84 എത്രയെന്നുള്ളതാണ് ചോദ്യം അല്ലെ? റൂട്ട് ഓഫ് 60.84 നമ്മൾ പറഞ്ഞു പോയിന്റ് ഉണ്ടെങ്കിൽ അല്ലെ? സ്ക്വയർ റൂട്ടിനുള്ളിൽ പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം പോയിന്റ് ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കാം? റൂട്ട് കണ്ടുപിടിക്കാം. എന്നിട്ട് പോയിന്റിന് ശേഷം നമ്മൾ എത്ര പോയിന്റിന് ശേഷമുള്ള എത്ര സ്ഥാനങ്ങൾ ഒഴിവാക്കിയോ അതിന്റെ പകുതി സ്ഥാനങ്ങൾ നമ്മൾ ആൻസറിൽ തിരിച്ചിട്ട് കൊടുക്കുക. അത്രേ ചെയ്യേണ്ട പരിപാടിയുള്ളൂ അല്ലെ? അപ്പൊ ഇവിടെ റൂട്ട് ഓഫ് 6084 കണ്ടിട്ട് അല്ലെ നമുക്ക് ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കേസ് നമുക്ക് ഇവിടെ ഏതൊക്കെ ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്യാന്നുള്ളത് ആദ്യം നമ്മൾ നോക്കണം അല്ലെ? എന്തായാലും 72ന്റെ സ്ക്വയർ ആയിരിക്കില്ലല്ലോ 60.84, ഒരിക്കലും വരില്ല അല്ലെ? 70ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 70ന്റെ സ്ക്വയർ തന്നെ 4900 ആണ് അല്ലെ? കാരണം 7ന്റെ സ്ക്വയർ 49ഉം 2 പൂജ്യം കൊടുക്കുമ്പോൾ 4900 എന്ന് കിട്ടും. അപ്പൊ പിന്നെ 72ന്റെ സ്ക്വയർ എന്തായാലും അതിനേക്കാളൊക്കെ വലുതായിരിക്കും. 60.1 എന്തായാലും വരില്ല അല്ലെ? അപ്പൊ നമുക്ക് ഏത് ഒഴിവാക്കാം? 72 ഒഴിവാക്കാം. ഇനി വേറൊരു ഓപ്ഷൻ കൂടെ നമുക്ക് ഇന്ന് എലിമിനേറ്റ് ചെയ്യാം. ഏതാണത്?
യെസ്, 0.78 ആണ്. കാരണം നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ പോയിന്റ് ശേഷം എത്ര സ്ഥാനങ്ങളാണ്? 2 സ്ഥാനങ്ങളാണ്. അപ്പോൾ ആൻസറിൽ എത്ര സ്ഥാനം ഉണ്ടാവുള്ളൂ? ഒരു സ്ഥാനമേ ആൻസറിൽ പോയിന്റ് ശേഷം ഉണ്ടാവുള്ളൂ. ഇവിടെ 2 സ്ഥാനങ്ങൾ വന്നിരിക്കുന്നു. അപ്പോൾ ഓപ്ഷൻ ഡിയും അല്ല. ഇനി 7.2 ആണോ 7.8 ആണോ എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ 7.2 ആണോ 7.8 ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. ഇവിടെ 6084 അല്ലേ നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പോണേ. ഇനി നിങ്ങൾ ഇതിനെ കോമ ഇട്ടിട്ടൊന്നും എഴുതണ്ട, കാരണം 72 78 അത് നമുക്ക് ഉറപ്പാണ് അല്ലേ. റൂട്ട് ഓഫ് 6084 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇനി വേറൊന്നും നോക്കണ്ട, കാരണം 72ന്റെയോ 78ന്റെയോ ആണ് 6084 നമുക്ക് ഉറപ്പാണ്. അപ്പം ഇനി നമ്മൾ ജസ്റ്റ് 75ന്റെ സ്ക്വയർ എത്രയാണെന്ന് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. 75ന്റെ സ്ക്വയർ എത്രയായിരിക്കും? ഒറ്റയുടെ സ്ഥാനത്ത് 5 ആയതുകൊണ്ട് അവസാനത്തെ 2 ഡിജിറ്റ് 25 ആയിരിക്കും. 7നെ 7ന്റെ തൊട്ടടുത്ത സംഖ്യ ആയിട്ടുള്ള 8 കൊണ്ട് ഗുണിക്കണം അല്ലേ. 7 എത്രയാ? 56 ആയിരിക്കും. 5625 ആണ് 75ന്റെ സ്ക്വയർ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 6084 എന്ന് പറയുന്നത് എന്തിന്റെ സ്ക്വയർ ആയിരിക്കും? യെസ്, 78ന്റെ സ്ക്വയർ ആയിരിക്കും അല്ലേ. കാരണം 5625നേക്കാൾ വലുതാണ് 6084. സോ ഓട്ടോമാറ്റിക്കലി 78ന്റെ സ്ക്വയർ ആയിരിക്കും 6084. റൂട്ട് ഓഫ് 6084 78 ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ റൂട്ട് ഓഫ് 60.84 എന്താ ചെയ്യേണ്ടത്? പോയിന്റ് ശേഷം 2 സ്ഥാനങ്ങൾ അല്ലേ. ആൻസറിൽ ഒരു സ്ഥാനം മതി. സോ 7.8 ആയിരിക്കും ആൻസർ. അപ്പൊ നമ്മളെല്ലാം ഇങ്ങനെ ചെയ്ത് വരണമെന്നൊന്നുമില്ല കേട്ടോ. ഇങ്ങനെയും നമുക്ക് സ്ക്വയർ റൂട്ടൊക്കെ കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു അല്ലെ. സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന നമ്മുടെ ഒരു ഭാഗത്ത് നിന്ന് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പഠിച്ചു അല്ലെ. അപ്പൊ എങ്ങനെയാണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇപ്പൊ ക്ലിയർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതേ ചോദ്യം നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ചോദ്യമാണ്. റൂട്ട് ഓഫ് 0.9604 എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് പെട്ടെന്നൊന്ന് കമന്റ് ചെയ്യോ. യെസ്, അപ്പോൾ ഇത് കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു വെരി മച്ച്.